അടുത്തത് നമ്മള് സീരിയലൈസബിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം. അത് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഷെഡ്യൂൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. ഓക്കെ, ഷെഡ്യൂൾസ് ഇൻ ഡിബേറ്റ്സ്, അതിലാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ, അതായത് ട്രാൻസാക്ഷന്റെ ഓർഡർ ഡിറ്റർമിൻ ചെയ്യുന്ന എക്സിക്യൂഷൻ, ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ ചെയ്യണതിന്റെ ഓർഡർ ഡിറ്റർമിൻ ചെയ്യണതിനെയാണ് എന്ന് പറയുന്നത് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് കൺകറന്റ് നമുക്ക് എന്ത് ചെയ്യണം, റൺ ചെയ്യണം ആ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസിന്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് വേണം, ഈ ഷെഡ്യൂളിംഗ് എന്തായാലും വേണം. കാരണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിവെന്റ് കോൺഫ്ലിക്ട്സ്, പ്രിവെന്റ്സ് കോൺഫ്ലിക്ട്സ്, അതുപോലെ തന്നെ ഓവർലാപ്സ്. ഓക്കെ, ഓവർലാപ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഷെഡ്യൂളിംഗ്. ഇനി ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് സീരിയൽ ഷെഡ്യൂളും, മറ്റേതെന്ന് പറഞ്ഞാൽ നോൺ സീരിയൽ ഷെഡ്യൂൾ. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞാൽ സീരിയൽ ഷെഡ്യൂളും, രണ്ടാമത്തെ നോൺ സീരിയൽ. ഈ നോൺ സീരിയൽ ഷെഡ്യൂളിലാണ് പിന്നെ വീണ്ടും അഗൈൻ സീരിയൽ ഷെഡ്യൂളിൽ വേറെ ഒന്നുമില്ല, നോൺ സീരിയലിലാണ് സീരിയലൈസബിൾ ഷെഡ്യൂളിംഗ്, സീരിയലൈസബിൾ ഷെഡ്യൂളിങ്ങും നോൺ സീരിയലൈസബിൾ ഷെഡ്യൂളിങ്ങും വരണം. നോൺ സീരിയലൈസബിൾ ഷെഡ്യൂളിംഗ്, അത് ആലോചിച്ച് നോക്കാം. ഇനി ഈ സീരിയലൈസബിളിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതാണ് ഒന്ന് കോൺഫ്ലിക്റ്റ്. ഓക്കെ, കോൺഫ്ലിക്റ്റ്. മറ്റേതിലെന്ന് പറയുന്നത് ഇപ്പൊ നോൺ സീരിയലിൽ തന്നെ രണ്ട് ടൈപ്പ്, സീരിയലൈസബിളും നോൺ സീരിയലൈസബിളും. സീരിയലൈസബിളിൽ തന്നെ രണ്ട് ടൈപ്പ്, വ്യൂവും കോൺഫ്ലിക്റ്റും. ഇനി നോൺ സീരിയലൈസബിളിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റിക്കവറബിളും റിക്കവറബിളും നോൺ റിക്കവറബിൾ. നോൺ റിക്കവറബിൾ ഒന്ന് ആലോചിച്ച് വയ്ക്കും. ഇനി ഈ റിക്കവറബിളിൽ തന്നെ മൂന്നെണ്ണം ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിക്കവറബിളിനെ തന്നെ മൂന്നെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കാസ്കേഡിങ്, പിന്നെ കാസ്കേഡ്ലെസ്, ദെൻ സ്ട്രിക്റ്റ്. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ പഠിക്കാൻ എളുപ്പത്തിനും സിമ്പിളായിട്ട് പറഞ്ഞത് സീരിയല്, നോൺ സീരിയലിന് തന്നെ സീരിയലൈസബിളും നോൺ സീരിയലൈസബിളും, സീരിയലൈസബിൾ തന്നെ കോൺഫ്ലിക്റ്റും വ്യൂവും, നോൺ സീരിയലൈസബിൾ റിക്കവറബിളും നോൺ റിക്കവറബിളും, റിക്കവറബിൾ തന്നെ മൂന്നെണ്ണം. ഓക്കെ, ഇപ്പൊ സീരിയൽ ഷെഡ്യൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓരോ പോയിന്റ്സ് ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഇനി സീരിയൽ ഷെഡ്യൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വൺ ആഫ്റ്റർ ദി അതർ, വൺ ആഫ്റ്റർ അനദർ, അതാണ് സീരിയൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ വിത്തൗട്ട് ഇന്റർലൂഡ്. അപ്പോ വൺ ട്രാൻസാക്ഷൻ അറ്റ് എ ടൈം ഉണ്ടാവുന്നത്, വൺ ട്രാൻസാക്ഷൻസ് റൺ അറ്റ് എ ടൈം, റൺ അറ്റ് എ ടൈം. പിന്നെ നോ കൺകറൻസി ഇഷ്യൂസ്, നോ കൺകറൻസി ഇഷ്യൂസ്, കൺകറൻസി ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ സിമ്പിൾ ആണ്, പിന്നെ അതുപോലെ തന്നെ എന്താ കൺസിസ്റ്റന്റ്, സിമ്പിൾ ആണ്, കൺസിസ്റ്റന്റ്, സിമ്പിൾ കൺസിസ്റ്റന്റ്. അപ്പൊ അതൊന്ന് നോക്കി വെക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്, T1ഉം T2. അപ്പൊ T1ന്റെ എല്ലാ ട്രാൻസാക്ഷൻസും, അപ്പോൾ ഒരു എ എന്ന് പറയുന്ന വേരിയബിൾ റീഡ് ചെയ്യണം, പിന്നെ അതിനെ റൈറ്റ് ചെയ്യണം, പിന്നെ ബി എന്ന് പറയുന്ന വേരിയബിൾ റീഡ് ചെയ്യണം. ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അടുത്തത് ട്രാൻസാക്ഷൻ ബി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ട്രാൻസാക്ഷൻ ബി സ്റ്റാർട്ട് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയും. ഇനി അപ്പൊ നമ്മൾ അതിന്റെ ഓർഡർ നമുക്ക് എങ്ങനെ എഴുതാം, T1 T2 നമുക്ക് എഴുതാം, അതായത് ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട്. ഇനി നോൺ സീരിയൽ ആണെങ്കിൽ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർലീവ്ഡ് മാനർ ആണ്. ഓക്കെ, ഇന്റർലീവ്ഡ് മാൻ, അതൊന്ന് ആ വേർഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇന്റർലീവ്ഡ്. പിന്നെ കൺകറൻസി അലൗ ചെയ്യുന്നുണ്ട്, കൺകറൻസി. പിന്നെ may not be serializable, may not be serializable എന്നാലോചിക്കും. ഇനി നമ്മൾ പറഞ്ഞു നോൺ സീരിയലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സീരിയലൈസബിൾ എന്നും
സീരിയലൈസബിൾ. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് കൺകറൻസി കൺട്രോൾ. കൺകറൻസി കൺട്രോൾ. അപ്പൊ ക്വസ്റ്റ്യനിൽ അങ്ങനെയൊക്കെ വരാം. ഓക്കെ, കൺകറൻസി കൺട്രോൾ. ഇനി സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം, അവോയ്ഡ് അനോമലീസ് അവോയ്ഡ് ചെയ്യണം, പിന്നെ പെർഫോമൻസ്. ഓക്കെ, ഇനി സീരിയലൈസബിൾ തന്നെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. അതൊക്കെയാ കോൺഫ്ലിക്റ്റും പഠിച്ചു, വ്യൂവും പഠിച്ചു. അപ്പോ കോൺഫ്ലിക്റ്റ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് സ്വാപ്പ് ചെയ്യാനായിട്ട് പറ്റും. നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിനെ ചെയ്യാൻ പറ്റും, സ്വാപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സീരിയൽ ഷെഡ്യൂൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിനെ സ്വാപ്പ് ചെയ്ത് സീരിയലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കോൺഫ്ലിക്റ്റ് എന്ന്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞത്, വ്യൂ സീരിയലൈസബിൾ. ഓക്കെ, വ്യൂ സീരിയലൈസബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് എല്ലാം സെയിം ഇനീഷ്യൽ വാല്യൂസ് ആയിരിക്കും റീഡ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസാക്ഷൻസ് റീഡ് വാല്യൂസ് റിട്ടേൺ ബൈ ദ സെയിം ട്രാൻസാക്ഷൻസ്. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് വെക്കാം, T1 T2. അപ്പൊ ഈ ട്രാൻസാക്ഷൻസ് റീഡ് ചെയ്യണത് ഇവിടെ എന്ന് പറയുന്നത് R(A) ചെയ്യുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് റീഡ് ചെയ്യുള്ളൂ. അല്ലാത്ത കേസിലൊന്നും റീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇതില് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് വ്യൂ സീരിയലൈസബിൾ ആണ്. വ്യൂ സീരിയലൈസബിൾ ആണ്. ഓക്കെ, സബ്സെറ്റ് ഓഫ് വ്യൂ സീരിയലൈസബിൾ ചിലപ്പോൾ വേണമൊക്കെ ആയിട്ട് ചോദിക്കും. വ്യൂ സീരിയലൈസബിൾ. ഇനി നോൺ സീരിയലൈസബിളിൽ തന്നെ റിക്കവറബിൾ ഉണ്ട്, നോൺ റിക്കവറബിൾ ഉണ്ട്. റിക്കവറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഓൾറെഡി കമ്മിറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ, അതായത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, റിക്കവറബിൾ ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇനി കാസ്കേഡിങ് ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് അതിന്റെ പോയിന്റ്സ് മാത്രം നോക്കി വയ്ക്കാൻ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇല്ല, ജസ്റ്റ് അത് എന്താ പറയാ ഇതാക്കിയാണുള്ളതുള്ളൂ. ഇനി വാട്ട് ഈസ് എ സീരിയൽ ഷെഡ്യൂൾ ഇൻ DBMS അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 4 ഓപ്ഷൻ തരും. ട്രാൻസാക്ഷൻസ് ആർ ഇന്റർലിങ്ക്ഡ്, ട്രാൻസാക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് ഇൻ പാരലൽ, ട്രാൻസാക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് വൺ ആഫ്റ്റർ ദി അതർ. ഏതാ, ട്രാൻസാക്ഷൻസ് ആർ വൺ ആഫ്റ്റർ ദി അതർ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാം. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ ഓൾവേസ് പ്രിസർവ്സ് കൺസിസ്റ്റൻസി പ്രിസർവ് ചെയ്യണത്. ഓക്കെ, കൺസിസ്റ്റൻസി പ്രിസർവ് ചെയ്യണ ട്രാൻസാക്ഷൻസ് ഏതാ നമ്മൾ പഠിച്ച്, സീരിയൽ ഷെഡ്യൂൾ അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് വിച്ച് ഷെഡ്യൂൾ അലൗസ് കൺകറന്റ് എക്സിക്യൂഷൻ ബട്ട് സ്റ്റിൽ എൻഷുവേഴ്സ് കറക്റ്റ്നെസ് ലൈക്ക് എ സീരിയൽ ഷെഡ്യൂൾ. ഏതാ, സീരിയലൈസബിൾ ഷെഡ്യൂൾ. ഓക്കെ, പിന്നെ വിച്ച് ഷെഡ്യൂൾ ടൈപ്പ് മേ ലീഡ് ടു ഇൻകൺസിസ്റ്റൻസി ഇഫ് നോട്ട് പ്രോപ്പർലി കൺട്രോൾഡ്. എന്താ, നോൺ സീരിയലൈസബിൾ ആയിട്ടുള്ളതാണ്. ഇൻകൺസിസ്റ്റൻസി വരാം ഇഫ് നോട്ട് പ്രോപ്പർലി കൺട്രോൾ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സീരിയലൈസബിൾ എന്ന് പറയുന്നത്. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
അപ്പൊ ഇതില് ഷെഡ്യൂൾ ഈസ് സെഡ് ടു ബി കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ഇഫ് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, ഷെഡ്യൂൾ ബൈ സ്വാപ്പിംഗ് നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് അല്ലെ. അങ്ങനെ നോക്കാം കോൺഫ്ലിക്ട് സീരിയലൈസബിൾ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. കോൺഫ്ലിക്ട് സീരിയലൈസബിളില് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിന്റെ പ്രത്യേകത അതൊന്നും കൊടുക്കാം. അപ്പോ കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി നമ്മൾ പറഞ്ഞു അല്ലെ, ഡിഫറെന്റ് ട്രാൻസാക്ഷനിലായിരിക്കണം, സെയിം ഡാറ്റ ആയിരിക്കണം, പിന്നെ അറ്റ്ലീസ്റ്റ് വണ്ണ് എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്തിരിക്കും. അത് ഒന്ന് ആലോചിച്ച് വെക്കാം. പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി നമുക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പ്രസിഡൻസ് ഗ്രാഫ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രസിഡൻസ് ഗ്രാഫ് യൂസ് ചെയ്യുന്നു. പ്രസിഡൻസ് ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. പ്രസിഡൻസ് ഗ്രാഫ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ രണ്ട് ഫേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്രോയിങ് ഫേസ്, രണ്ടാമത്തേന്ന് പറയുന്നത് ഷ്രിങ്കിങ് ഫേസ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഷ്രിങ്കിങ് ഫേസ്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി തരാം. കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി നമുക്ക് അക്വയർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷ്രിങ്കിങ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്രോയിങ്ങും ഷ്രിങ്കിങ്ങും. ഗ്രോയിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോക്സ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫേസ് ടൂലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മള് യൂസ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതില് വരുന്ന ക്വസ്റ്റ്യൻസ്. അതൊന്ന് നോക്കി വെക്കാം.